Hello, this is Daniel from iKairly.com. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാംസങ് ഗാലക്സി ടാബ് 2 P310 എന്ന സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആണ്. ഇതിന് ഏകദേശം 19,000 രൂപയാണ് വിലയുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രൈസ് റേഞ്ചിൽ. കാരണം ഇതേ പ്രൈസ് റേഞ്ചിൽ പിന്നെ വേറെ നല്ല ടാബ്ലറ്റ് എന്ന് പറയാവുന്നത് ഗൂഗിളിൻ്റെ Nexus 7 എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ്. അത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, മാത്രമല്ല അതിന് സിം ഇടാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ടാബ്ലറ്റിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന പോലെ തന്നെ ഇതൊരു വളരെ പ്രീമിയം ലുക്കുള്ള ടാബ്ലറ്റാണ്. പിന്നെ ബാക്കിൽ ഒരു വൈറ്റ് ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും എക്സ്ട്രീംലി ഗുഡാണ്. ഇപ്പോൾ BSNL പെൻഡ ടാബ്ലറ്റ് ആയാലും അല്ലെങ്കിൽ മൈക്രോമാക്സിൻ്റെ ടാബ്ലറ്റ് ആയാലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഈ ക്രോം ലൈനിങ്ങും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല പ്രീമിയം ടാബ്ലറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊരു 3 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്. ഇതാണ് അതിൻ്റെ 3 മെഗാപിക്സൽ ക്യാമറ. പക്ഷേ ഫ്ലാഷ് ഒന്നും വന്നിട്ടില്ല. അതുകൂടാതെ ഇതിനൊരു പ്രൊപ്രൈറ്ററി കണക്ടർ ഉള്ളത്, മൈക്രോ USB കണക്ടർ വന്നിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ 2 സ്പീക്കേഴ്സ് ഉണ്ട് ഇതിന്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 സ്ലോട്ട് ഉണ്ട്. ഒന്ന് മൈക്രോ SD സ്ലോട്ട് അപ് ടു 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്ന സ്ലോട്ട്, പിന്നെ ഒരു സാധാരണ മിനി സിം സ്ലോട്ട്. ഇതിൽ നമുക്ക് സിം ഇട്ട് കോൾ ചെയ്യാനും നെറ്റ് ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ ഫോർ മണി ടാബ്ലറ്റ് ആണെന്ന് കൂടി പറയാം. കാരണം ഇത്രയും ക്വാളിറ്റിയുള്ള ഫോൺ, ഇപ്പോൾ ഫോണിന് ഇതുപോലത്തെ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മിനിമം 20,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു 7 ഇഞ്ച് PLS LCD സ്ക്രീൻ ഉണ്ട്. അത് വളരെ ബ്രൈറ്റ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്ക്രീനാണ്. ഐ ആം വെരി ഹാപ്പി വിത്ത് ദ സ്ക്രീൻ. സ്ക്രീൻ ബാക്കിയുള്ള ടാബ്ലറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ടാബ്ലറ്റിൻ്റെ ക്വാളിറ്റി ഏകദേശം മനസ്സിലാവും. ഈവൻ ഐപാഡിൻ്റെ അത്രയും വരില്ലെങ്കിലും, ഓൾമോസ്റ്റ് ഐപാഡിൻ്റെ റെറ്റിന ഡിസ്പ്ലേയുടെ അത്രയും വരില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു വളരെ നല്ല കൊള്ളാവുന്ന സ്ക്രീനാണിത്. ഇതിൻ്റെ കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ ഇതിന് ഒരു 1 GHz ഡ്യുവൽ കോർ പ്രോസസ്സർ ഉണ്ട്. പവർ VR SGX 540 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മെഗാപിക്സൽ ക്യാമറ. ഇതിൻ്റെ ഫ്രണ്ട് ക്യാം ഉണ്ട്. ഇവിടെ അതൊരു VGA ക്യാമറയാണ്. ജസ്റ്റ് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അതിനോട് ഫോട്ടോസ് ഒന്നും എടുത്ത് നന്നായിരിക്കില്ല. പിന്നെ ഇതിന് 16 GB ഇൻറ്റേർണൽ മെമ്മറിയും അപ് ടു 32 GB വരെ എക്സ്പാൻഡബിൾ ചെയ്യാവുന്ന SD കാർഡ് മെമ്മറിയും SD കാർഡ്സ് ഇടാൻ പറ്റും. അതുകൂടാതെ ഒരു 4000 mAh ബാറ്ററി ഉണ്ട്. ഇനി ഇതിൽ എനിക്ക് ബാക്കി ഫീച്ചേഴ്സിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൽ വളരെ സ്മൂത്തായിട്ട് ഫുൾ HD വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കാണാവുന്ന പോലെ തന്നെ ഇതിൽ ഹോം സ്ക്രീൻസ് ഉണ്ട്. ഇത് ടച്ച് ബേസ് എന്ന് പറഞ്ഞാൽ സാംസങ് ഡിസൈൻ ചെയ്തിരിക്കുന്ന UI ആണ് ഇതിലോടുന്നത്. സാധാരണ S3 കാണുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനൊരു പിഞ്ച് ടു സൂം ഫംഗ്ഷൻ ഉണ്ട്. ഏത് ഹോം സ്ക്രീനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സാധാരണ ഫോൺസിൽ കണ്ടുവരുന്ന ഫീച്ചറാണ്, സാധാരണ ടാബ്ലറ്റ്സിൽ വരാറില്ല. പക്ഷേ സാംസങ്ങിൻ്റെ ഈ ടച്ച് ബേസിൻ്റെ UI ആയതുകൊണ്ട് പിഞ്ച് ടു സൂം ഫംഗ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോം സ്ക്രീൻ ഡിലീറ്റ് ചെയ്യണം, ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഡിലീറ്റ് ബാറിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈ ഡെഫിനിഷൻ വീഡിയോ പ്ലേ ചെയ്യണ ഭയങ്കര ഒരു നല്ല കാര്യമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഹൈ ഡെഫിനിഷൻ വീഡിയോസ് കാണുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഞാനിതിൽ ഓൾറെഡി ലോഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. ആൻഡ് ദെൻ ലെറ്റ് മീ ചെക്ക് വീഡിയോ പ്ലേ. ഇനി കണ്ട പോലെ തന്നെ എൻ്റെ വീഡിയോ പ്ലേ ബാക്ക് എക്സ്ട്രീംലി സ്മൂത്താണ്. ഹൈ ഡെഫിനിഷൻ വീഡിയോസ് ഒരു പ്രോബ്ലംസ് ഇല്ലാണ്ടാണ് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വീഡിയോ കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഈ ടാബ്ലറ്റിന് ഇത്ര സ്പെൻഡ് ചെയ്ത് വാങ്ങുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം സാധാരണ ഒരു 10,000 അല്ലെങ്കിൽ 15,000 റേഞ്ചിൽ വരുന്ന ടാബ്ലറ്റ്സിൽ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ, ഹൈ ഡെഫിനിഷൻ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ ഫ്രെയിം റേറ്റും കുറഞ്ഞിട്ടും കുറച്ച് സ്ലോ ആയിട്ടും പ്ലേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിന് ഈ ടാബ്ലറ്റ് അങ്ങനെ യാതൊരു പ്രോബ്ലം കാണുന്നില്ല. പിന്നെ ഇതിൽ ഗെയിംസ്, ഹൈ ഡെഫിനിഷൻ ഗെയിംസ് നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് ഞാനിതിൽ ഇപ്പോൾ ഹൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട് നിഞ്ച എന്ന് പറഞ്ഞൊരു ഗെയിം ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട് നിഞ്ച നിങ്ങൾ കാണാവുന്ന പോലെ തന്നെ ഗെയിംസ് നല്ല സ്മൂത്തായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത അത്ര ഹൈ എൻഡ് ഗെയിം അല്ല, ഇങ്ങനെ കുറച്ച് 3D ഗെയിംസൊക്കെ ഞാൻ ലോഡ് ചെയ്ത് നോക്കിയിട്ട് അതെല്ലാം വളരെ സ്മൂത്തായിട്ട് പ്ലേ ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൗസിംഗ് എക്സ്പീരിയൻസും വളരെ നല്ലതാണ്. ഇതിൽ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനാണെങ്കിൽ ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ ഓൾറെഡി ഗൂഗിൾ ലോഡായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം സൈറ്റായ www.ikhairali.com ഇപ്പോൾ വൈഫൈ എന്നാണ് ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഫാസ്റ്റ് ആയിട്ടാണ് ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈറ്റ്സ് വളരെ ഫുൾ സൈസിൽ കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു റെസ്പോൺസീവ് തീമായതുകൊണ്ട് ഇതൊരു മൊബൈൽ വേർഷനിൽ കാണുന്നത് ഫുൾ സൈറ്റ് തന്നെ ലോഡ് ചെയ്ത് വരുന്നതാണ്. മാത്രമല്ല മലയാളം കണ്ടൻസും വളരെ ക്ലിയർ ആയിട്ട് ഇത് കാണാവുന്നതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ഇതുള്ള സൂം ചെയ്യുന്നതാണ്. പിഞ്ച് സൂം ഫംഗ്ഷൻ നല്ല ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്രൗസിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ലതെന്ന് പറയാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ യൂട്യൂബ് ആക്സസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ വൈഫൈയിലാണ് ആക്സസ് ചെയ്യുന്നത്, അതിൻ്റെ യൂട്യൂബ് വളരെ ഈസി ആയിട്ട് ആക്സസ് ആകുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്ക് കയറണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഏതെങ്കിലും വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ iKairali, യൂട്യൂബിൽ iKairali എന്ന് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ iKairaliയുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും, അതിലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഇത് കുറച്ച് ടൈം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാലും ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ഓക്കെ എന്ന് പറയാം. പക്ഷേ യൂട്യൂബിൽ ഇപ്പോൾ വൈഫൈ ആക്സസിലാണെങ്കിലും കുറച്ച് ടൈം എടുത്ത് ലോഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ അതിൻ്റെ ലിസ്റ്റ് ഓഫ് വീഡിയോസ് ലോഡ് ചെയ്ത് തന്നിരിക്കണം. ഇപ്പോൾ iKairaliയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ നമുക്ക് സാംസങ് ഗാലക്സി നെക്സസിൻ്റെ റിവ്യൂ പ്ലേ ചെയ്യണമെങ്കിൽ Hello, this is Daniel from iKairali.com. അതുകൂടാതെ തന്നെ ഇതിൻ്റെ വേറൊരു നല്ല ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ ടാബ്ലറ്റ്സിന് ഇല്ലാത്ത പോലെ ഇതിൽ സിം ഇട്ടിട്ട് കോൾസ് ചെയ്യാനും കോൾസ് ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ നെറ്റ് ബ്രൗസ് ചെയ്യാനും പറ്റും. അതിന് ഇപ്പോൾ ഏത് പ്രൊവൈഡറിൻ്റെ സിം വേണമെങ്കിലും ഇതിലുണ്ടാവുന്നത് സാധാരണ ഫോണിലിട്ടുണ്ടാവും മിനി സിം. അത് വെച്ച് നമുക്ക് GPRS ആക്ടിവേറ്റ് GPRS വഴി നെറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 3G ഓപ്ഷനുണ്ട്. 3G വഴി നെറ്റ് ആക്സസ് ചെയ്യാനും വീഡിയോ കോൾസ് എല്ലാം ചെയ്യാൻ പറ്റും. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി ഇവിടെ ഒരു സ്പീക്കറും അതുകൂടാതെ താഴെ ഒരു മൈക്കും ഉണ്ട്. അതുകൊണ്ട് ഇത്രയും വലുതാണെങ്കിൽ കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു ഫോൺ പിടിച്ച് ഫോൺ ചെയ്യുന്ന പോലെ സാധാരണ പോലെ ചെയ്യാൻ പറ്റും. അത് വളരെ കുറവ് ടാബ്ലറ്റ്സിന് അത് പോസിബിലിറ്റി ഉള്ളത് ചെയ്യാൻ. ടാബ് 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ ടാബ്ലറ്റിന് ഓപ്ഷനില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം 2-3 ദിവസമായിട്ട് ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ട് ഇതൊരു വളരെ നല്ല ടാബ്ലറ്റ് ആണെന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 20,000 രൂപ ടാബ്ലറ്റ് വാങ്ങാൻ ബഡ്ജറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ടാബ്ലറ്റ് വാങ്ങിച്ചു നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടാബ്ലറ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇമെയിൽ അഡ്രസ് ikairali@gmail.com. അതുപോലെ തന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് iKairaliയുടെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ദിസ് ഇസ് Daniel signing off right now. See you later. Bye bye.